നമുക്കടുത്ത് പരിചയമുള്ള മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിനെ നമ്മളൊക്കെ സ്നേഹിക്കുന്നത്. വലാ നുസക്കി അലല്ലാഹി അഹദ, ജീവിത വിശുദ്ധി കൊണ്ട് നേർവഴി കാണിച്ച ഒരു മഹാൻ, അള്ളാഹുവിന്റെ സ്വർഗമർഹിക്കുന്നവർ തന്നെയാണ്. അള്ളാഹു അവരെയും നമ്മയും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന് നമ്മൾ ദുആയിരക്കുകയാണ്. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടാതിരുന്നാൽ, അള്ളാഹുവിന് ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ ഇതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കുകയും, ജിബ്രീലെ എനിക്ക് ഒരാളെ ഇഷ്ടമല്ല കേട്ടോ, നിങ്ങളും അയാളെ ഇഷ്ടപ്പെടരുത്. ആകാശലോകങ്ങളിലുള്ളവരോടും അത് തന്നെ പറയും. അങ്ങനെ ഭൂമിയിൽ അവർക്ക് ജനങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ അവരോടൊരു വെറുപ്പ് അള്ളാഹു തോന്നിപ്പിക്കുന്നത് ആകാശലോകങ്ങളിൽ വെറുക്കപ്പെട്ടതിന്റെ അടയാളമെന്നും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള് സുമ്മ യഅ്റുജു ഇലൈഹി, കാര്യങ്ങളുടെ നിയന്ത്രണം നടക്കുന്നത് ആകാശലോകത്താണ്. ഭൂമിയിലുള്ള മനുഷ്യരെ തൃപ്തിപ്പെടുത്തലല്ല നമ്മുടെ ലക്ഷ്യം. ജനങ്ങളെ മുഴുവൻ തൃപ്തിപ്പെടുത്തുന്നതിന് പകരം ആദ്യമായി ഉടമസ്ഥനായ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയാൽ ജനങ്ങളുടെ ഖൽബ് അള്ളാഹു സ്നേഹം കൊണ്ട് നിറക്കും. പക്ഷേ അള്ളാഹുവിനെ വെറുപ്പിച്ചുകൊണ്ട് മനുഷ്യരെ ഇഷ്ടപ്പെടുത്തിയാൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ ഭാവിച്ചേക്കും, പക്ഷേ അവരുടെ ഹൃദയത്തിൽ പോലും അവരോട് ഇഷ്ടക്കുറവാണ് ഉണ്ടാവുകയെന്നും പരിശുദ്ധ ഹബീബിന്റെ ഹദീസിലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ പാരമ്പര്യം കഴിഞ്ഞു പോകുന്നത്, ഇസ്ലാമിനെ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നത് പരിശുദ്ധരായ ഇതുപോലെയുള്ള മഹാത്മാക്കളിലൂടെയാണ്. 21-ാം നൂറ്റാണ്ടുകാർക്ക് ഒരുപക്ഷെ നമ്മുടെ പരിസരങ്ങളിൽ ദീനിന്റെ ഒരു തജ്ദീദ് നടത്തിയ ഒരു മുജദ്ദിദിന്റെ, ഒരു പരിഷ്കർത്താവിന്റെ, ഒരു ആത്മീയ ഗുരുവിന്റെ സാന്നിധ്യമാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദിലൂടെ നമ്മളൊക്കെ അനുഭവിച്ചത്. ഉസ്താദ് ഒന്നും നമ്മിൽ നിന്ന് നേടിയിട്ടില്ല, നമ്മൾ ഉസ്താദിൽ നിന്ന് ഇങ്ങോട്ട് നേടുകയാണ് ഉണ്ടായത്. നമ്മിൽ നിന്ന് ഒന്നും ഉസ്താദ് സമ്പാദിച്ചില്ല, സമ്പാദിച്ചത് നമ്മളാണ്. ആ മഹാന്റെ തിരുമുഖം ഒരു നേരം കാണാൻ ഭാഗ്യമുള്ളവർക്കറിയാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു പണ്ഡിതന്റെ മുഖശ്രീ എന്തായിരിക്കുമെന്ന്. ആലിമീങ്ങളാണ് ഏറ്റവും കൂടുതൽ അത്തിപ്പറ്റ ഉസ്താദിനെ മനസ്സിലാക്കേണ്ടത്. ആലിമീങ്ങളാണ്, സാധാരണക്കാരിലേറെ പണ്ഡിതന്മാരാണ് ഉസ്താദിനെ മനസ്സിലാക്കേണ്ടത്. പണ്ഡിതന്മാർക്കാണ് ഒരുപാട് പഠിക്കാൻ ആ മഹാന്റെ ജീവിതത്തിൽ ഒരുപാടുണ്ട്. ഒരുപാട് ഗ്രന്ഥരചന നടത്തിയ ആളുകൾ കഴിഞ്ഞു പോയിരിക്കാം ചരിത്രത്തിൽ. വലിയ വലിയ ആലിമീങ്ങൾ, നൂറുകണക്കിന് മുതഅല്ലിമീങ്ങൾക്ക് കിതാബോധി കൊടുക്കുന്ന പണ്ഡിതന്മാർ, മുദർരിസുമാരുണ്ടായിരിക്കാം. ഉസ്താദ് അങ്ങനെ വലിയൊരു മുദർരിസായിട്ടല്ല നമ്മുടെ ഇടയിൽ ജീവിച്ചത്. പക്ഷേ ആയിരക്കണക്കിന് ആളുകൾക്ക് തഖ്വയുടെ പാഠം പഠിപ്പിച്ച ഒരു മുദർരിസാണ്. കിതാബിന്റെ വരികൾ ഓതിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ എണ്ണത്തിലും വണ്ണത്തിലും അതിലേറെയുള്ള എത്രയോ ആളുകൾ ഈ രാജ്യത്തുണ്ട്. പക്ഷേ വിഷയം കിടക്കുന്നത് അതിലല്ലല്ലോ. മഹാനായ ഉസ്താദിന്റെ നേലായി ജീവിക്കാൻ കഴിഞ്ഞ സൗഭാഗ്യം എത്ര വലിയ സൗഭാഗ്യമാണ്. അവർ ഉസ്താദിനെ കുറിച്ചൊരു പുസ്തകം എഴുതി. അത് റീഡിംഗ് നമ്മളൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ അകക്കണ്ണുകളുടെ ആഴങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയും. നമ്മുടെ മുതഅല്ലിമീങ്ങൾ ഇവിടെ വാഫിക്ക് പഠിക്കുന്ന നമ്മുടെ മക്കൾ ഉസ്താദിനെ കുറിച്ചൊരു സ്മരണിക, വളരെ ബൃഹത്തായ ഒരു സ്മരണിക ഇവിടെ വിൽക്കുന്നുണ്ട്. 500 രൂപയോളം വിലയുണ്ട്. പക്ഷെ ഇന്നത് 300 രൂപ കൊടുക്കുന്നുണ്ട്. പക്ഷേ അനുഭവങ്ങൾ മാത്രമാണ്. ആരായിരുന്നു ഉസ്താദ്? ഇവിടെ മൊയ്തീൻ ഹാജി അവറുകൾ ഇവിടെ സൂചിപ്പിച്ച ഡ്രീംസ് ആൻഡ് സ്ട്രീംസ്, ഒരു കുട്ടി എഴുതിയ, ഒരു വിദ്യാർത്ഥിനി എഴുതിയ ഒരു മനോഹരമായ ഇംഗ്ലീഷ് കാവ്യം മഹാനായ ഉസ്താദിനെ സംബന്ധിച്ച് ആളുകൾക്ക് പറയാൻ 100 നാവാണ്. ഡ്രീംസ് ആൻഡ് സ്ട്രീംസ്, മുബീന ഹുസൈൻ. യാ അല്ലാഹ്, between two horizons second ran in horse ride, changes took roots all over, but to be a candle for
other black days is most special. മഹാനായ ഉസ്താദിന്റെ ജീവിതം മറ്റുള്ളവർക്ക് സമർപ്പിച്ചതിന്റെ നേർപകർപ്പുകളാണ് ഈ വരികൾ. ആരാണ് മഹാനവറുകൾ? അല്ലാഹു ആളുകളെ, മഹാനവറുകളെ ആരായിരുന്നുവെന്ന് ഉൾക്കൊള്ളാൻ ദൂരങ്ങളിലുള്ള ആളുകൾ ഉസ്താദിനെ ഒന്ന് കണ്ടെങ്കിലെന്ന് കൊതിക്കുകയായിരുന്നു. ആ മഹാനെ ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിലെന്ന്. എനിക്കൊരു സുഹൃത്ത് ഇന്നിപ്പോ ഈ പരിപാടിക്ക് വരുന്ന സമയത്ത് ഫോൺ ചെയ്ത് സംസാരിച്ചപ്പോ പറഞ്ഞു, അവരുടെ കൂട്ടുകാരൻ ഒരു സ്വപ്നം കണ്ടു. അവര് ഈരാറ്റുപേട്ടക്കാരനാണ്. അപ്പോ മഹാനായ മടവൂർ CM വലിയുല്ലാഹി തങ്ങളെ അവരുടെ സദസ്സിലിരിക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് ഇത് അത്തിപ്പറ്റ ഉസ്താദാണെന്നും പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ രണ്ട് മഹത്തുക്കളെ സ്വപ്നം കണ്ടു. പക്ഷെ അത്തിപ്പറ്റ ഉസ്താദ് ആരാണെന്ന് എനിക്കറിയില്ല എന്ന് എന്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു. അദ്ദേഹം ആ നാട്ടുകാരനാണ്. അപ്പൊ അങ്ങനെ ഒരു ആളുണ്ടായിരുന്നോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. നോക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരായിരുന്നു മഹാനവറുകളെന്ന് ചില ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന് ചെല്ല്, അവരുടെ മഖാമിൽ ഒന്ന് എത്തിപ്പെട്. അവിടുന്ന് വെളിച്ചം വിതറിയ ആ കാൻഡിൽ, ആ ഒരു തിരിനാളത്തിന്റെ വെളിച്ചത്തിന്റെ ചുറ്റുമിരുന്ന് ആധ്യാത്മികമായ തർബിയത്ത് സിദ്ധിക്ക് എന്നല്ലാഹു വിളിച്ചു പറയുന്ന പോലെ മഹാന്മാർ ഹിർസുൻ ലിൽ ഖറിയ, ചില നാടുകൾക്ക്, ചില പ്രദേശങ്ങൾക്ക് ഹിർസാൻ, കാവലാണ് അലൈഹി വസല്ലം. അതുകൊണ്ട് മഹാനായ ഉസ്താദിന്റെ ആ ഉസ്താദ് നമ്മുടെ മുമ്പിൽ ഇട്ടേച്ചു പോയ, മഹാനവറുകൾ ഇട്ടേച്ചു പോയത് സുന്നത്തു റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്. ഭക്ഷണം കഴിക്കുന്ന അദബ് മുതൽ ഒരു കൊച്ചു കുട്ടിയുടെ ജീവിതത്തിലേക്ക് ഒരു പിതാവ് പറഞ്ഞു കൊടുക്കുന്ന പോലെ നമ്മൾ ഓരോരുത്തരെ കൊണ്ടും ഹദീസുകളും സുന്നത്തും മനസ്സിലാക്കി തന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, അള്ളാഹുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച മഹാത്മാവ്. ഒരു സയ്യിദ് ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയായ സയ്യിദിന്റെ കൈപിടിച്ച് മുത്തുകയും ദ്വായരക്കാൻ വേറെ ആരുമില്ല. മഹാന്മാരായ വലിയ വലിയ ഉസ്താദുമാരിയ്ക്കുന്നുണ്ട്. പക്ഷേ ഒരു മുതഅല്ലിമായ സയ്യിദായ ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് ദ്വായരപ്പിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന മഹാനവറുകൾ. ഒരു സയ്യിദ് ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ എന്ത് ക്ഷീണമുണ്ടെങ്കിലും ആ വിഷയത്തിൽ ഇടപെടുകയോ യാത്ര ചെയ്യുകയോ ചെയ്യുമായിരുന്നു മഹാനവറുകൾ. സയ്യിദന്മാർ എന്ന് പറയുമ്പോഴേക്കും എന്തെന്നില്ലാത്ത രോമാഞ്ചമുണ്ടായിരുന്ന മഹാനവറുകൾ അഹ്ലുബൈത്തിനെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്. നിങ്ങളിലേക്ക് ഞാൻ ഇട്ടുപോകുന്നു, തറക്തു ഫീകും അംറൈൻ കിതാബല്ലാഹി വഇത്റതി, എന്റെ കുടുംബവും അല്ലാഹുവിന്റെ കിതാബും, എന്റെ കുടുംബവും അല്ലാഹുവിന്റെ കിതാബും. ചില റിവായത്തുകളിൽ കിതാബല്ലാഹി വസുന്നതി, അല്ലാഹുവിന്റെ കിതാബും എന്റെ സുന്നത്തും. പക്ഷേ ഗദീറു ഹമ്മിന്റെ റിവായത്തിൽ കാണാൻ കഴിയും കിതാബല്ലാഹി വഇത്റതി, എന്റെ കുടുംബവും അല്ലാഹുവിന്റെ കിതാബും. അത് പഠിപ്പിക്കുകയാണ് മഹാനവറുകൾ. സയ്യിദന്മാരോട്, അഹ്ലു ബൈത്തിനോട്, ആലിമീങ്ങളോട്, മുതഅല്ലിമീങ്ങളോട് ഇത്രമേൽ സ്നേഹമുണ്ടായിരുന്ന, ജീവിതത്തിൽ അതീവ ലാളിത്യം പുലർത്തി ജീവിച്ചിരുന്ന മഹാനവറുകൾ. അത് വിജ്ഞാന ഇൽമിന്റെ സാഹിദീങ്ങളുടെ, പരിത്യാഗികളായ ആളുകളുടെ ജീവിതവുമായി നമ്മൾ ഇവിടെ താരതമ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ തലമുറകൾക്കപ്പുറത്തേക്ക് നമുക്ക് സഞ്ചരിക്കേണ്ടി വരും ഉസ്താദിന്റെ സമാനതകൾ കാണാൻ. ഇവിടെ ഫൈസൽ വാഫി അവരുകൾ സൂചിപ്പിച്ച പോലെ തന്നെ സമാനതകൾ ഒരുപക്ഷെ നമുക്ക് പരിചയമുള്ളത് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ പരിചയത്തിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കിതാബുകളിൽ കണ്ടവരെ ആയിരിക്കാം ഓർമ്മ വരുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. ഉസ്താദ് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, പൈസ വേണം ഗ്രേസ് വാലിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫത്ഹുൽ ഫത്താഹിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്നാലിന്ന പരിപാടികൾക്ക് വേണ്ടി നിങ്ങൾ സഹായിക്കണം. ഉസ്താദ് പറയുന്നത് എന്റെ ചെവിയിൽ ലൈനിൽ വെച്ച് കേട്ടത് എന്റെ ഓർമ്മയിലുണ്ട്. ഏതെങ്കിലും ഉസ്താദുമാർ അന്ന് വിസിറ്റിന് വരുമ്പോ, നാട്ടിൽ വീട് വെക്കാനോ പ്രയാസം കൊണ്ടോ രോഗം കൊണ്ടോ വഴിമുട്ടുമ്പോ ഉസ്താദിന്റെ പള്ളിയിലേക്ക്, ബസ് സ്റ്റാൻഡ് പള്ളിയിലേക്ക്, മാർക്കറ്റ് പള്ളിയിലേക്ക് വന്നാൽ മഹാനവറുകൾ ആ ദുആഇന്റെ സദസ്സിൽ വെച്ച് പറഞ്ഞത് ഒന്നിലേറെ തവണ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് അതിഥികളുണ്ട്, ആ അതിഥികളെ നമുക്ക് സഹായിക്കണം, അതുകൊണ്ട് പൈസ വേണം. ഉസ്താദ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ആരെ പറ്റിയായി പറയുന്നത്? അതിഥികളുണ്ട് എന്ന് പറഞ്ഞത് മഹാന്മാരായ ഉസ്താദുമാർ, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന മുഅല്ലിമീങ്ങൾ, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന മുഅദ്ദിനുമാർ, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഇമാമുമാർ. അവരെ സംബന്ധിച്ചിടത്തോളം ഗൾഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കൂടുള്ള നാട്ടുകാർ പോലും ഫോൺ ഓഫാക്കി വെച്ച് തടിതപ്പുന്ന നേരത്ത് എന്റെ അതിഥികൾ എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന വിശാല മനസ്കതയുള്ള മഹാനവറുകൾ. സ്വന്തം ശമ്പളത്തിൽ നിന്ന് വീടിന് പോലും കൊടുക്കാനുള്ളത് മാറ്റിവെക്കാതെ കിട്ടിയത് അങ്ങനെ
ഒരു കൈ കൊടുക്കുന്നത് മറ്റൊരു കൈ അറിയാതെ നൽകിയിരുന്ന മഹാനായ ശൈഖുനൽ മർഹൂം. ഇത് ഒരു സാഹിദിന്റെ ജീവിതമാണ്. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ജീവിതത്തിലേക്ക് പകർത്താൻ പ്രയാസമാണ്. അത് ജീവിതത്തിലൂടെ ചെയ്തു കാണിച്ച മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അവറുകൾ.